ഷ എന്ന അക്ഷരാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത് കേട്ടാ. അപ്പൊ പായും ഷായും ചിഹ്നവും ചേർത്ത് നമ്മൾ എഴുതി പശു, കൗ. എന്താണിത്? കൗ. കിട്ടിയാ? ഓക്കെ. ഇനി ഒരു വാക്കും കൂടെ നമുക്ക് ഇതിൽ പഠിക്കാം. ഷ എന്നതിൽ ഇത് ഏതക്ഷരാണെന്ന് അറിയാലോ? എ എന്നതിന്റെ ചിഹ്നമാണ്. ഓക്കെ, ആദ്യം ടീച്ചർ അക്ഷരം എഴുതാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതെന്താണ്? മ. ഇതെന്താണ്? ഏടെ ചിഹ്നം. ഓക്കെ, അപ്പൊ ഇതെന്തായി? മേ അല്ലേ? മേ. ഇതെന്താണ്? ഷ അല്ലേ? ഷ. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോ മേശ എന്ന് പറഞ്ഞേ. മേശ എന്ന് പറഞ്ഞേ. മേശ. കിട്ടിയാ? മ എ മേ ഷ. മേശ. മേശ എന്ന് പറഞ്ഞാൽ എന്താ? ടേബിൾ. എന്താണ്? ടേബിൾ. നമ്മൾ ഇരുന്ന് എഴുതാൻ ഉപയോഗിക്കില്ലേ? ടേബിൾ അല്ലെ? ടേബിളിൽ വെച്ച് തന്നെ നമ്മൾ എഴുതുന്നത്. അപ്പോ മേശ എന്ന് പറഞ്ഞ ടേബിൾ. കിട്ടിയാ? ടേബിൾ. അപ്പൊ നമ്മള് 2 അക്ഷരങ്ങൾ പഠിച്ചു. ഉദാഹരണമായിട്ട് വാക്കുകളും നമ്മൾ പഠിച്ചു. ഇനി ഈ അക്ഷരങ്ങൾ എങ്ങനെ ചിഹ്നം ചേർത്ത് എഴുതാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ് ചിഹ്നം ചേർത്ത് എഴുതുന്നത് എന്നുള്ളത് പഠിക്കാം. നോക്കാം. ആദ്യം ഗ എഴുതാം നമുക്ക്. ഗ, ഗാ, ഗി, ഗീ, ഗു, ഗൂ, ഗൃ, ഗേ, ഗേ, ഗൗ, ഗം, ഗ. ഓക്കെ, ഗ, ഗാ, ശ്രദ്ധിച്ചിരിക്കുക. ഗി, ഗീ, ഗു, ഗൂ, ഗൃ, ഗേ, ഗേ, ഗൗ, ഗം, ഗ. കിട്ടിയില്ലേ? ഓക്കെ. ഇനി അടുത്ത അക്ഷരം ചിഹ്നം ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അടുത്ത ഏതാണ്? ഷ. ഏതാണ്? ഷ. ഒന്ന് നോക്കിയേ. ഷ, ഷ. ഒരു മിനിറ്റ്. ഷ, ഷി, ഷീ, ഷു, ഷൂ, ഷൃ. എന്താണ്? ഷ, ഋ ചിഹ്നം. അപ്പോ ഷൃ, ഷ, ഋ, ഷൃ. ഷേ, ഷേ, ഷൈ, ഷോ, ഷോ, ഷൗ, ശം, ശ. കിട്ടിയോ? ഷ, ഷ, ഷി, ഷീ, ഷു, ഷൂ, ഷൃ, ഷേ, ഷേ,
ഷൈ, ഷോ, ഷോ, ഷൗ, ഷം, ഷ. ഓക്കെ. അപ്പോ 2 അക്ഷരങ്ങൾ പഠിച്ചു, അത് ചേർത്തുള്ള ഉദാഹരണ വാക്കുകൾ പഠിച്ചു. പിന്നെന്താണ്, ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ആ അക്ഷരങ്ങൾ എങ്ങനെ എഴുതാം എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരമായി പഠിക്കുകയും വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു കാര്യം കിട്ടുള്ളൂ, മനസ്സിൽ പതിയുള്ളൂ കേട്ടോ. ആത്മാർത്ഥതയോടെ പഠിക്കുക. 15 മിനിറ്റ് മലയാളം എഴുതാനും വായിക്കാനും വേണ്ടി മാറ്റിവെക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.